മന്ത്രി വീണ ജോർജിനെതിരായി ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കോൺഗ്രസ് KSU അക്രമം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ മന്ത്രി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോ ഗുരുതരമായി പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ കഴിയുകയാണ്. ഏതാനും ദിവസം മുമ്പാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കടന്നു കയറി ഇതേ കോൺഗ്രസ് അക്രമി സംഘം റീത്ത് വെച്ചത്. അന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു ഇനിയും ഞങ്ങൾ റീത്ത് വെക്കും എന്ന്. ഇപ്പൊ മന്ത്രിയെ തന്നെ അപായപ്പെടുത്താനുള്ള നീക്കമായിട്ട് ഇതിനെ കാണാനാവും. ഇതിനെ മുഴുവൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ന്യായീകരിക്കുന്നു എന്നുള്ളത് അത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ആരുടെ പ്രേരണയിലാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ തള്ളിപ്പറയാൻ കഴിയണ്ടേ? തള്ളിപ്പറയാൻ കഴിയാത്തത് ഇവര് പറഞ്ഞു വിട്ടവരാണ് ഈ അക്രമികൾ എന്നതുകൊണ്ടാണ്. ഇതെന്ത് സന്ദേശമാണ് കേരളത്തിൽ നൽകുന്നത്? ഇങ്ങനെയാണോ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? അവർ പങ്കെടുത്ത പൊതുപരിപാടിയിൽ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം പിന്തുടർന്നു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ധിക്കാരവും തോന്നിവാസവും നടത്താം എന്ന് കരുതുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെടുമെന്ന തിരിച്ചറിവ് അവരെ ഭ്രാന്ത് പിടിച്ച നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണം. കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഈ അക്രമികൾക്കെതിരെ, റീത്തുമായി നടക്കുന്ന ഈ അക്രമികൾക്കെതിരായിട്ട് ഉയർന്നു വരണം.